മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനര സമരം വിജയം കാണുന്നുണ്ട്. അതിന് മുന്നേ തന്നെ സ്റ്റാൻലി നേരെ തറവാട്ടിലേക്ക് പോകുന്നുണ്ട് അനിയന്മാരോട് സംസാരിക്കാൻ. അപ്പോൾ അനിയന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെ അലീനയുടെ കാര്യത്തിൽ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കാര്യം നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട, അവളെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും തലയിടണ്ട എന്ന് പറയുന്നു. എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ആരെതിർത്താലും എന്ന് പറയുന്നു. അറിയാലോ എന്നെ എന്നൊക്കെ ചോദിച്ച് അനിയന്മാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പം റോബി പറയുന്നുണ്ട്, ആ പെൺകുട്ടി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവുമോ ആ വീതസന്തതിയായിട്ട് അവിടെ കഴിയാനൊക്കെ. അത് നമ്മുടെ ലാലിച്ചനെ ഒന്ന് തളർത്താൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. പക്ഷെ അതൊന്നും അവിടെ വില പോകില്ല. അതിനുശേഷം പിന്നീട് നമ്മുടെ അലീനര ഉപവാസം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് ചെന്ന് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്ത് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി ആദ്യമായിട്ട് സ്വന്തം മോൾക്ക് കൈകൊണ്ട് വാരി കൊടുക്കുന്നൊക്കെ ഒരു ഭാഗമാണ്. പ്ലേറ്റിൽ സ്പൂണും കോർക്കൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്ന സ്റ്റാൻലി അങ്ങനെ ആദ്യമായിട്ട് ഭക്ഷണം കൈകൊണ്ട് എടുത്ത് തൻ്റെ മകൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മുടെ അലീനയും വല്യപ്പച്ചനും കൂടി കഴിഞ്ഞിട്ട് അടുക്കള ജോലിക്കാരൻ്റെ കള്ളത്തരം വീണ്ടും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഉണ്ണുന്ന ചോറിനോട് ഒരു അല്പമെങ്കിലും നന്ദി വേണ്ടേ ചേട്ടാ, ഇങ്ങനെ നന്ദിയില്ലാണ്ട് പെരുമാറുമെന്നൊക്കെ അലീന ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ സ്റ്റാൻലിക്ക് അയാളുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവണം. അപ്പോൾ അയാളോട് മുഖത്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ലാലിച്ചൻ പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ നീ അലീന പറയുന്നത് അനുസരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നീ ജോലി മതിയാക്കി പോകാമെന്ന് പറയും. എന്തായാലും അയാൾ പിണങ്ങി പോകണം, അയാൾ അലീനയുടെ കീഴിൽ അവിടെ നിൽക്കില്ല എന്ന് തീരുമാനിക്കുന്നു. കെട്ടും പാണ്ടൊക്കെ എടുത്ത് അയാൾ ഇറങ്ങി പോകും. എന്തായാലും ഒരിക്കലും തോറ്റു കൊടുക്കില്ല, കാരണം അയാൾ വയ്ക്കുന്നതിനേക്കാളും നല്ല സുന്ദരമായി രുചികരമായ ഭക്ഷണം അലീന സ്വന്തം പപ്പയ്ക്ക് വല്യപ്പച്ചനും വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം തന്നെ ഇവരെ വീട്ടിൽ സന്തോഷം നിറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ വൈജയന്തിക്ക് ഓരോ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ മുട്ട കുടിച്ച് ബോധമില്ലാണ്ട് വരുന്നതും കൃഷ്ണമോള് വാലോർന്ന് കൊടുക്കണവും. അപ്പോൾ വൈജയന്തി എന്തോ ദേഷ്യത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇനി ഞാൻ കുടിച്ചാൽ ആപത്തല്ലേന്നെങ്ങാണ്ട് വൈജയന്തി ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇനി ഞാൻ കുടിച്ചാലും കുഴപ്പമില്ല, ഇനി ഞാൻ പോണത് നേരെ മുകളിലേക്കല്ലേ, ഞാനത് ആഗ്രഹിച്ച് തന്നെയാണ് നടക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വൈജയന്തിക്ക് എന്തൊരു പന്തികേട് തോന്നി. അതിന് ശേഷം കൃഷ്ണമോളോടായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ പൊട്ടിക്കട്ടെ, അച്ഛൻ്റെ കയ്യിലുള്ള ബോംബ് അച്ഛൻ പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ ഒന്നും പറയുന്നില്ല. അതേ സമയം തന്നെ നമ്മുടെ ബബിതര ജീവിതം നശിച്ചു. കാരണം ആ മുടിയൻ മറ്റൊരു പെണ്ണിനായിട്ട് സ്നേഹമാണ് അമൽ. ആ പെൺകുട്ടിനെയും കൊണ്ട് ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ കയറി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കണതും സ്കൂട്ടിമ്മ രണ്ടുപേരും പോണ കാഴ്ചയൊക്കെ നമ്മുടെ ബബിത കണ്ണ് നിറച്ച് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ തല്ലി തകർത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആകെ തകർന്ന്, കാരണം ആ മുടിയനായിട്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ആയി പോകുന്നു ബബിത. ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ബബിതനെയും കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണമോളെ കാണിച്ചുകൊണ്ടാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.